ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ റാലിയുടെ ഡേറ്റ്, അതായത് അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഇപ്പോൾ ഇന്ത്യൻ ആർമി തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എനിവേ അതിലേക്ക് നമുക്ക് കടക്കാം. കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നേരെ കടക്കാം. ഇന്ത്യൻ ആർമിയുടെ 2024 അതുപോലെ തന്നെ 2025 അഗ്നിവീർ തസ്തിക അഗ്നിപത് റാലിയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഉദ്യോഗാർത്ഥികൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. റാലിയല്ല, ആദ്യം എക്സാം ആണ് നടക്കുന്നത്. എനിവേ അതിൻ്റെ അപേക്ഷ ഈ മാസം, അതായത് ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിൽ തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെ മറ്റ് യാതൊരു അപ്ഡേറ്റുകളും നമുക്ക് ലഭിച്ചിട്ടില്ല. അതായത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടില്ല. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിനെപ്പറ്റി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് വരാത്തത്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട ആർമിയുടെ സൈറ്റിൽ തന്നെ പുതിയൊരു അപ്ഡേറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. എന്തായാലും ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇന്ത്യൻ ആർമി പുതിയതായിട്ട് തന്നിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. രജിസ്ട്രേഷൻ ഫോർ ദി ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ റിക്രൂട്ടിംഗ് ഇയർ 2024 ആൻഡ് 2025 വിൽ ബി ലൈവ് ഫ്രം 13 ഫെബ്രുവരി 2024 മുതൽ അപേക്ഷകൾ തുടങ്ങുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓൾസോ നമ്മുടെ കേരളത്തിലുള്ള അപേക്ഷയും ഈ ഒരു സമയത്ത് തന്നെ തുടങ്ങാനാണ് സാധ്യതയും. ഈ ഒരു സമയത്ത് തന്നെ തുടങ്ങും, മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കില്ല, ഈ ഒരു സമയത്ത് തന്നെ വരുന്നതാണ്. എന്തായാലും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരം, നമ്മുടെ 2 ARMൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇത് വരാത്തതെന്ന്. ഓൾസോ RPFൻ്റെ കാര്യവും ചോദിക്കുന്നുണ്ട്. RPF കോൺസ്റ്റബിൾ എന്താണ് തുടങ്ങാത്തത്? മിനിമം 10ാം ക്ലാസ് മതി RPF കോൺസ്റ്റബിളിന് അപേക്ഷിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അപേക്ഷ കൃത്യം എപ്പോൾ തുടങ്ങുമെന്ന് റെയിൽവേ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂലൈ ആ ഒരു മാസം കഴിഞ്ഞിട്ടേ നമുക്ക് അതിൻ്റെ ഒരു അപേക്ഷ പ്രതീക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം കലണ്ടർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവുന്നതാണ്. ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ തസ്തിക 13ാം തീയതി തന്നെ കൃത്യമായിട്ട് ലൈവ് ഫ്രം 13 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് സൈറ്റിൽ ആക്റ്റീവ് ആവുന്നതായിരിക്കും. 13ാം തീയതി തന്നെ ആക്റ്റീവ് ആവുന്നതായിരിക്കും എന്ന് ഇന്ത്യൻ ആർമി തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആദ്യ ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കും എന്നുള്ളതായിരുന്നു. അന്ന് ഒരു ഡേറ്റോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. ഇന്ന് കൃത്യമായിട്ടൊരു ഡേറ്റ് പറയുന്നുണ്ട്, 13 ഫെബ്രുവരി തന്നെ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ വർഷം റിക്രൂട്ട്മെൻറ്റ് നടന്ന് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് 13ാം തീയതി തന്നെ ഓപ്പൺ ആവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. മുൻപേ നമ്മൾ പറയുന്നുണ്ട്, ഒരുപാട് പേര് ചോദിച്ച സമയത്ത് ഫെബ്രുവരി മാസം അവസാനത്തിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ തുടങ്ങുമെന്ന്. ഇപ്പോൾ കൃത്യമായിട്ടൊരു ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. 13 ഫെബ്രുവരി 2024 അപേക്ഷ തുടങ്ങും. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക.